ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒമാനിലെത്തി. ഇന്ന് രാവിലെ മസ്കറ്റ് വിമാനത്താവളത്തിൽ ഇറങ്ങിയ മുഖ്യമന്ത്രിയെ വരവേൽക്കാൻ ഒമാനിലെ പൗരസമൂഹം എത്തിയിരുന്നു. ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി GV ശ്രീനിവാസ്, ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ ചെയർമാൻ ബാബു രാജേന്ദ്രൻ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ സംഘാടക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. വൈകിട്ട് 7 മണിക്ക് ഒമാനിലെ പൗരപ്രമുഖരുമായി മുഖ്യമന്ത്രി സംവദിച്ചു. പ്രവാസികളുടെ വിവിധ വിഷയങ്ങൾ മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തി. നാളെ വൈകിട്ട് 7 മണിക്ക് മസ്കറ്റിലെ അമീറാത്ത് പാർക്കിൽ നടക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അലി കൂട്ടായി ചേരുന്നു. അലി, മുഖ്യമന്ത്രിയുടെ പരിപാടികൾ ഇന്നിപ്പോൾ ഒമാനിലെ പരിപാടികൾ നടന്നുവെന്ന് മനസ്സിലാക്കുന്നു. ഗൾഫ് സന്ദർശനത്തിൽ നാളെ എന്തൊക്കെ പരിപാടികളാണുള്ളത്? ധന്യ, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മസ്കറ്റ് വിമാനത്താവളത്തിലെത്തിയത്. GV ശ്രീനിവാസ്, ഇന്ത്യൻ സ്ഥാനപതി GV ശ്രീനിവാസ് അടക്കമുള്ള ഒമാനിലെ പൗരപ്രമുഖർ മുഖ്യമന്ത്രിയെ സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മസ്കറ്റിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ വെച്ച് പൗരപ്രമുഖരുമായി മുഖ്യമന്ത്രി സംവദിച്ചു. വിവിധ വിഷയങ്ങൾ, ഒമാനിലെ പ്രവാസികളുടെ വിഷയമടക്കമുള്ള നിരവധി വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിൽ തന്നെ നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വിമാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ടിക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മലയാളികളായ പ്രവാസികൾ അനുഭവിക്കുന്ന വിവിധ വിഷയങ്ങൾ ഒമാനിലെ പ്രവാസികളടക്കമുള്ള പൗരപ്രമുഖർ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി കൃത്യമായി മറുപടി നൽകുകയും ചെയ്തു. ചില കാര്യങ്ങളിൽ വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കാമെന്ന രീതിയിലുള്ള ഉറപ്പും കൂടി മുഖ്യമന്ത്രി ഇന്ന് നടന്ന പൗരപ്രമുഖരുമായുള്ള സംവാദത്തിൽ മുഖ്യമന്ത്രി അവർക്ക് ഉറപ്പു നൽകി. നാളെയാണ് മുഖ്യമന്ത്രിയുടെ പ്രധാന പരിപാടി. 7 മണിക്ക് അമീറാത്തിലെ പബ്ലിക് പാർക്കിൽ വെച്ച് നടക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉത്സവിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. 3 ദിവസങ്ങളിലായാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉത്സവം നടക്കുന്നത്. ഇന്നും നാളെയും മറ്റന്നാളും അങ്ങനെ 3 ദിവസങ്ങളായി നടക്കുന്നത്. നാളത്തെ പൊതുപരിപാടി മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയെ വലിയ ഘോഷയാത്രയോടുകൂടിയാണ് സ്റ്റേജിലേക്ക് ആനയിക്കുക. അതിൽ തന്നെ കേരളീയ കലാരൂപങ്ങളടക്കമുള്ള വിവിധ കലാരൂപങ്ങൾ അടങ്ങിയ ഘോഷയാത്രയിലാണ് മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് ആനയിക്കുക എന്നും സംഘാടകർ പറയുന്നുണ്ട്. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ നാളെ മുഖ്യമന്ത്രിയെ കാണുന്നതിനും വേണ്ടിയും പരിപാടി വീക്ഷിക്കുന്നതിനു വേണ്ടിയും അമീറാത്ത് പബ്ലിക് പാർക്കിലേക്ക് എത്തുമെന്ന് തന്നെയാണ് സംഘാടകർ അറിയിക്കുന്നത്. വലിയ പരിപാടിയായിട്ട് തന്നെയാണ് ICF ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതായത് സോഹാർ, സൂറ് പോലുള്ള ഒമാന്റെ ദൂരപ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇന്ന് തന്നെ മസ്കത്തിൽ തമ്പടിക്കുകയും നാളത്തെ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനായി മസ്കത്തിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. നാളത്തെ പരിപാടി, മസ്കത്തിലെ പരിപാടി അവസാനിച്ചാൽ നാളെ തന്നെ മുഖ്യമന്ത്രി സലാലയിലേക്ക് തിരിക്കും. സലാലയിൽ മറ്റന്നാളാണ് പരിപാടി. പ്രവാസോത്സവത്തിൽ മുഖ്യമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. അതേസമയം സലാലയിലെ പരിപാടി സലാല UDF പ്രതിപക്ഷ സംഘങ്ങൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. KMCC അടക്കമുള്ള സംഘടനകൾ ഇതുമായി സഹകരിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തുതന്നെയായാലും മുഖ്യമന്ത്രി ഇന്ന് പൗരപ്രമുഖരുമായി സംവദിക്കുകയും വിവിധ വിഷയങ്ങൾ, പ്രവാസികളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തന്നെ